എന്തൊക്കെയുണ്ട് കൂട്ടുകാർ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. കാണുമ്പോൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അത് 28-ാം തീയതിക്കത്തെ വീഡിയോ ആണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യാനും ഇടാനൊക്കെ മടിയായിട്ട് അങ്ങനെ പോയിട്ടോ 2-3 വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുത്താൽ തന്നെ അത് പിന്നെ വിടാനൊക്കെ മടിയാണ്, പിന്നെ എടുക്കാനും മടിയാണ്. എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ എടുക്കലുള്ളൂ. അപ്പോൾ അത് അന്ന് രാവിലെ നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനാണ്. അപ്പോൾ അത് വെള്ളത്തിലൊക്കെയാണ് കോഴിമുട്ട വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തൊക്കെയാണ്. അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊണ്ട് അപ്പോൾ ഞാൻ ഏറെ മുട്ട പുഴുങ്ങിയെടുക്കൽ പുട്ടുംകുറ്റിയിലാണ്. അപ്പോൾ അതുമ്പോൾ ആവിക്ക് പെട്ടെന്ന് തന്നെ ആവും. വെള്ളത്തിലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പൊട്ടിയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ തൂറ്റിയിട്ട് പോകും. പുട്ടുംകുറ്റിയിലാവുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിലാണെങ്കിൽ 4 ഇട്ട് കൊള്ളുള്ളൂ. അപ്പോൾ ഞാൻ 5 ഇടാൻ വേണ്ടിയിട്ട് ആ പാത്രത്തിൽ വെച്ചതാണ്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ കണ്ട് എടുക്കാനൊക്കെ നല്ലതാണ്. പിന്നെ മുട്ട കഴിക്കുമ്പോഴും ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് കടി ഉണ്ടാക്കുന്നത് ആട്ടപ്പൊടി കൊണ്ട് ബൂരിയാണ്. അപ്പോൾ അത് ആട്ടപ്പൊടി അരിച്ചിട്ടൊന്നുമില്ല കേട്ടോ, പാക്കറ്റ് പൊടി അങ്ങനെ എടുത്തൊക്കെയാണ്. ഇത് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അധികം തിളച്ചിട്ടൊന്നുമില്ല, ചെറിയൊരു ചൂടിൽ. അപ്പോൾ ഇതുപോലെ ചുടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തിട്ട് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ വെള്ളത്തിലെല്ലാം ഉപ്പിട്ടിന്ന് ആദ്യമൊക്കെ പൊടിയിൽ ഉപ്പിട്ട് കണ്ടൊന്ന് ഇളക്കി കൊടുത്തതായിരുന്നു. അപ്പോൾ ഇതായി വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കണ്ട് അങ്ങനെ കുഴച്ചെടുക്കുകയാണ്. വെള്ളമൊക്കെ പാകമായി എന്ന് തോന്നുമ്പോൾ നമുക്ക് ഈ സ്പൂണൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്നും കണ്ട് കുഴച്ചെടുക്കുക. പൂരിക്കുമ്പോൾ വല്ലാതെ കണ്ട് സോഫ്റ്റ് ആക്കിയിട്ട് കണ്ട് സാമ്പെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ ചെറിയ ചൂട് കൊടുക്കാനെ കുഴച്ചും കണ്ട് സെറ്റാക്കാം. മാവൊക്കെ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പാൻ വെച്ച് കാണും കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് സവാള ഒന്ന് വാട്ടിയെടുക്കാനുണ്ട്. അപ്പോൾ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വാടി പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കറിവേപ്പിലെല്ലാം ഇട്ട് സെറ്റായതിന് ശേഷം അതിലേക്കുള്ള പൊടികളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ ചിക്കൻ മസാല 1/2 ടീസ്പൂണും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ലൂസാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അപ്പത്തേക്കൊക്കെ കുറച്ച് കറി പോലെ വേണം. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് കോഴിമുട്ടയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ട റോസ്റ്റ് എന്നും പറയാം, മുട്ടക്കറി എന്നും പറയാം. പൂരിക്കാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഒന്നും കൂടി രുചി കൂടും. കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തീരെ വെള്ളം ചേർക്കാതെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അത്ര തന്നെ എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നത് ഇവിടെ കാക്കൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതുപോലെ കുറച്ച് വെള്ളം ചേർത്തുകൊണ്ട് ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി രുചി കൂടും. എണ്ണ കുറച്ച് കൂടുതലെടുത്തുകൊണ്ട് വെള്ളം തീരെ ചേർക്കാതിരുന്നാലും മതി.
അപ്പോൾ കോഴിമുട്ടയൊക്കെ ഒന്ന് വരിഞ്ഞെടുത്ത് കണ്ടാണ് ഇതിൽ ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളിലേക്കൊക്കെ മസാല ഒക്കെ പൊടിച്ച് സെറ്റായി കിട്ടും. അപ്പം ഇനി ഇത് അതൊക്കെ കറി റെഡി ആയതിന് ശേഷം പിന്നെ ബോരിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ആദ്യം തന്നെ വെച്ചെടുത്ത് കണ്ടതാ ബോരി അമർത്തിയെടുത്ത് കണ്ട് അതിൻ്റെ ചുടാണ് കേട്ടോ. അമർത്തലും ചുടലും കൂടി ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ എളുപ്പമാണ്, ചപ്പാത്തിക്ക് പരത്തിയെടുത്തിട്ട് ചുടിനെക്കാട്ടി എളുപ്പം തന്നെയാണ് ഇട്ടത്. അപ്പോൾ എണ്ണ ഒന്നും അധികം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ബോരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ചാമ്പെടുക്കരുത്, അപ്പോൾ നല്ല എണ്ണ ഒക്കെ കുടിക്കും കേട്ടോ. ഇതിന് പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ റവി മൈദൊക്കെ ചേർത്ത് കൊടുത്താലും മതി. കടിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞാണ്ടിതാ നമ്മൾ ചായ കുടിക്കുകയാണ്. അപ്പം എൻ്റെ മോള് ഇവിടെ ഉണ്ട്, ഓള് കുപ്പായിട്ടിട്ടുണ്ടായിരുന്നില്ല, അത് മേടിയാലൊന്നും കാണിക്കാഞ്ഞത്. അപ്പോൾ ചായയൊക്കെ കഴിഞ്ഞാണ്ട് ഉച്ചനെ നേരം ആകുമ്പോഴത്തേനൊന്ന് വീട്ടിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ വീട്ടിൽ പോണത് എളാപ്പാൻ്റെ മോൻ്റെ മുട്ടായി എടുക്കൽ നിൽക്കാമൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കാൻ തന്നെ ഒരേ തിരക്കിലും ഇതൊക്കെ വിടുമ്പോൾ വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോയിട്ടോ. പിന്നെ എൻ്റെ മോന് പെണ്ണ് വരുന്ന സമയത്ത് കുറച്ച് വീഡിയോ എടുത്തിരുന്നു. അപ്പോഴാണ് ഇത് ചെയ്യുന്ന സമയത്ത് അതും കൂടി വെക്കാലോ എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ അതിൻ്റെ മുന്നൊന്നും വീഡിയോ എടുക്കുന്നൊരു ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് പെണ്ണ് വരുന്ന ആ ഒരു സമയത്താണ് കേട്ടോ. അപ്പോൾ ഒരു 5-8 വീട് അപ്പുറമാണ്. അപ്പോൾ അവിടെ നിന്ന് കണ്ട് നടന്ന് വരികയാണ്. അപ്പോൾ ദഫും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മോനെ കൊണ്ട് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെണ്ണ് വരുന്ന സമയത്തുള്ള അങ്ങനെ പെണ്ണൊക്കെ വന്ന് കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നിട്ടാ. ഒരുപാട് ആളെ ഇന്ന് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് രാത്രിയിൽ തന്നെ നമ്മളെ കുടുംബവും അയൽവാസിയും കൂടെ ആയിട്ട് ഇവിടെ അടുത്ത് കല്യാണം ഉണ്ടായിരുന്നു. അതിനൊക്കെ പോയിരുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം രാത്രിയിലാണ് ഉമ്മ മരിച്ചിട്ട് 5 വർഷമായിട്ടുള്ള കൊല്ലം തയ്യണ മൗലൂദ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചിക്കൻ ബിരിയാണിയും ബീഫ് ഫ്രൈയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്നും ഇങ്ങനെ ഉണ്ട് കാണിച്ചിട്ടുള്ളൂ കേട്ടോ. മറ്റുള്ള വിശേഷങ്ങളും അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നും വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചതായിരുന്നു. എല്ലാവരും കൂടി ഇതൊക്കെ ഉണ്ടാക്കണ നല്ല തിരക്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാ. പിന്നെ ഞാൻ ലാസ്റ്റ് വെച്ചിങ്ങാണ്ട് ഒരു കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തതാണ്. അപ്പോൾ പിന്നെ നമുക്ക് രാത്രിയിൽ തന്നെ ഇങ്ങോട്ട് പോരാനുള്ളതാണ്. ചൊറൊക്കെ കഴിച്ചതിന് ശേഷം കൊണ്ട് തന്നെ വീട്ടിലേക്ക് പോരാനുള്ളതാണ്. അപ്പോൾ ഇതാ ഉള്ളിസുർക്കയുണ്ട് ഉണ്ടാക്കിയാണ്. ഞങ്ങൾ ഉള്ളിസുർക്ക എന്ന് പറയും കേട്ടോ. അപ്പോൾ ചിലയിടത്ത് കച്ചമ്പർ അങ്ങനെയൊക്കെ പറയില്ലേ. ഇത് ബീഫ് ഫ്രൈ, അച്ചാർ, പപ്പടം, അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പം എൻ്റെ ഉമ്മാക്കും വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ലൈക്കും സബ്ബൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.